إن الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدني الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും റബ്ബിന്റെ മുമ്പിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് സകലമാന കർമ്മങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യുന്ന പരലോകത്തെ ഭയന്ന് രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അടിസ്ഥാനമാക്കി വിശുദ്ധമാക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടുമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു തആല സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന സൽജനങ്ങളിൽ നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട്, എപ്പോഴാണ് റസൂലേ ഖിയാമത്ത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്യം
ഞാൻ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നാണ്. തിരിച്ച് റസൂലുള്ള പറഞ്ഞു, അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉമർലാന്റെ കൂടെ, സഹാബികളെ കൂടെ, ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെ എന്നത് ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറെ തെറ്റിദ്ധരിച്ചിരിക്കുകയും, പ്രത്യേകിച്ച് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന ഈ ഒരു മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന പേരിൽ നാടുകളിലെല്ലാം തോരണവും സ്റ്റാർ പള്ളിയൊക്കെ അലങ്കരിച്ച് ഓരോ സ്ഥലങ്ങളും പ്രത്യേകമായ അലങ്കാരം, ചില സ്ഥലങ്ങളിലൊക്കെ വീടുകൾ വരെ പ്രത്യേകിച്ച് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് അങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ ഇന്ന് ഉണ്ട് എന്നത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നത് അവിതർക്കിതമായ ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഒരു സൈക്കിളിലും മറ്റുമൊക്കെ ഇതിലൊക്കെ പൂവും മറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് അത് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് പോലെ ഇസ്ലാമിലേക്ക് ഒരു സംഗതി കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് പറയാത്തൊരു ഖുത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താറില്ല എന്ന് എല്ലാ വെള്ളിയാഴ്ചയിലും റസൂലുള്ളാഹി പറയും, അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്, സംസാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സംസാരം അല്ലാഹുവിന്റെ കലാമാണ്, വിശുദ്ധ ഖുർആൻ. വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ഏറ്റവും നല്ല സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, മതത്തിലേക്ക് വല്ലതും പുതുതായി കൊണ്ടുവരിക എന്നത് ദലാലത്താണ്, വഴികേടാണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികളും നരകത്തിലേക്കാണ്. ഇത് പറയാത്ത ഖുത്ബ റസൂലുള്ളാഹി നടത്താറ്. വെള്ളിയാഴ്ചയിൽ നമ്മൾ കേൾക്കുന്ന സൂറത്തുൽ ഗാശിയ തുടക്കം തന്നെ അൽ ഹദാക ഹദീസുൽ ഗാശിയ, മൂടപ്പെട്ട സംഭവത്തിന്റെ ഖിയാമത്ത് നാളിന്റെ വർത്തമാനം വന്നു കഴിഞ്ഞില്ലേ, മൊത്തം മൂടുന്ന. ഹൈറേഞ്ചിലൊക്കെ പോയാൽ കോടൊക്കെ മൂടി 2 വണ്ടി ലൈറ്റ് ഇട്ട് പോകുമ്പോൾ വരെ കാണാത്ത അവസ്ഥയിലുള്ള ആ ഒരു മൊത്തം ലോകം മൂടുന്ന ഖിയാമത്ത് നാൾ. അൽ ഹദാക ഹദീസുൽ ഗാശിയ, ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം വന്നു കഴിഞ്ഞില്ലേ. അത് വന്നു കഴിഞ്ഞാൽ, ഖിയാമത്ത് നാൾ ഉണ്ടായാൽ, വുജൂഹുൻ യൗമൈദിൻ ഖാശിയ, അന്ന് ചില മുഖം താഴ്മയോടുകൂടി നിൽക്കും, തല താത്തി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആരാണവർ? ആമിലത്തുൻ നാസിബ, അമല് ചെയ്ത് ക്ഷീണിച്ചവരാണ്. അധ്വാന ഭാരം മുഖത്തുണ്ടാകും, തല താത്തുകയും ചെയ്യും. അങ്ങനത്തെ ഒട്ടനവധി പേരുണ്ടാകുമെന്ന് പറയാത്ത വെള്ളിയാഴ്ചകളില്ലല്ലോ. ജുമാക്ക് നമ്മൾ കേൾക്കുകയാണല്ലോ ഈ സൂറത്ത്. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് തലങ്ങനെ താഴ്ത്തിയിട്ട് അവർ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. അധ്വാന ഭാരം. എന്താണ് അധ്വാനം? പഠിപ്പിക്കാത്തത് ചെയ്തു എന്നാണ്. അതെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, മതം തൃപ്തിപ്പെട്ട് ഇനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞ ആ ഒരു സീല് വെച്ച മതത്തിലേക്ക് പുതുതായി എന്ത് കൊണ്ടുവന്നാലും അത് പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് നരകത്ത് പോകും. എന്തിനേറെ, സുബൈ നമസ്കാരം നല്ലതല്ലേ എന്ന് വിചാരിച്ചു, അതായത് രാവിലെ ജോലിക്ക് വരുന്ന മലക്കുകൾ
രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന മലക്കുടെയും റെക്കോർഡിൽ രേഖപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമസ്കാരമാണ് സുബൈ നമസ്കാരം. നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഒരു 3 റക്അത്തോ 4 റക്അത്തോ നിസ്കരിച്ചാലോ അതോടുകൂടി അമലി ചെയ്ത് ക്ഷീണിച്ച നിസ്കരിച്ചിട്ട് നിസ്കാരം ബാത്തിലാക്കിയ ആളുടെ കൂട്ടത്തിൽ നരകത്തിൽ. ഒരു നമസ്കാരം പോലും, ഒരു റക്അത്ത് പോലും, ഒരു ഫാത്തിഹ പോലും ഏറെ ഓതാൻ നമുക്ക് അനുവാദമില്ല എന്നത് വസ്തുതയാണ്. അപ്പൊ എത്ര പേരാണ് പുതിയത് ചെയ്യുന്നത്? ഈ ചെയ്യുന്ന ആളുകൾ എല്ലാവരും അംഗീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയുടെ ജന്മദിനം എന്നൊരു പരിപാടി ഇല്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയാത്ത ആരുമില്ല. റസൂൽ പഠിപ്പിച്ചത് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അന്ന് ഞാൻ നോമ്പെടുക്കും. അതെ, തിങ്കളും വ്യാഴവും നോമ്പെടുക്കാൻ, സുന്നത്തായ നോമ്പെടുക്കാൻ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു. സുന്നത്തതാണല്ലോ നോമ്പെടുക്കുക എന്നതാണല്ലോ സുന്നത്ത്, പ്രവാചകന്റെ ചര്യ. അതിന് ഭിന്നമായി അന്ന് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കി, കുട്ടികളൊക്കെ മിഠായി വിതരണം ചെയ്ത് വരിക വരിക സോദരേ, വരിക മുസ്ലിം സോദരേ, മുത്തുനബിയുടെ ജന്മദിനം കൊണ്ടാടുവാൻ കൊണ്ടാടുവാൻ, ഇങ്ങനത്തെ പാട്ടും പരിപാടികളുമായി അങ്ങനെ ഇസ്ലാമിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്ത് ആ മാലയിലും മൗലൂദിലും ഒക്കെ പഠിപ്പിക്കുന്നതോ നേരിട്ട് നബിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒട്ടേറെ തെറ്റ് ചെയ്ത് തെറ്റാകുന്ന വാഹനപ്പുറത്ത് കയറി ഞങ്ങൾ വന്നിരിക്കുന്നു ആവലാതിയുമായി. അത് ഉത്തമരായ നേതാവെ പുറത്തു തരണേ എന്ന് നബിയോട് പുറത്തു നിർത്തേണ്ട അവസ്ഥ. അത്ര ഗൗരവത്തിലേക്ക് പോകുന്ന വരികൾ ധാരാളം അതിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അങ്ങനെ ഒന്ന് ചെയ്യുന്നത് ബിദ്അത്ത്, മറ്റൊന്ന് ശിർക്കിന്റെ വഴികൾ. ഇങ്ങനത്തെ എത്ര ഇതൊക്കെ ചെയ്താൽ പണിയെടുത്ത് ക്ഷീണിച്ച് നരകത്തിലേക്ക് പോകും. ചൂടേറിയ നരകത്തിലേക്ക് തിളച്ചു വന്ന ഉറവജലം അവിടുന്ന് കുടിക്കാൻ പറ്റും. എന്നല്ലാതെ യാതൊരു ഭക്ഷണവും അവർക്ക് ലഭിക്കില്ല. നരകാവകാശം ബിദ്അത്ത് ചെയ്ത് ജീവിച്ചവർ നരകത്തുനിന്ന് ലൊരിയിൽ നിന്നല്ലാതെ ഒരു ഭക്ഷണം. ലൊരി എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ പറയുന്നത് ഒട്ടകത്തിന് പോലും തിന്നാൻ പറ്റാത്തത്ര മുള്ളുള്ള വസ്തുവാണ്. ആടൊക്കെ തൊട്ടപാടി പോലും അതിനേക്കാൾ മുൾച്ചെടി തിന്നുന്ന ഒട്ടകം, ആ ഒട്ടകത്തിന് പോലും തിന്നാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ലൊരി. അതിനല്ലാതെ ഒരു ഭക്ഷണവുമില്ല. ഒരു ഭക്ഷണം കഴിച്ചാൽ പോഷകാംശവും അതേപോലെ വിശപ്പും മാറുമല്ലോ. എന്നാലോ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ, അതവർക്ക് വിശപ്പിന് പറ്റില്ല, പോഷത്തിന് പര്യാപ്തവുമല്ല. ഇതാണ് പുതിയത് ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നടക്കുന്നു, വലതുഭാഗത്ത് നടക്കുന്നു, പിൻഭാഗത്തേക്ക് നടക്കുന്നു, ഇടതുഭാഗത്ത് നടക്കുന്നു, വീണ്ടും മുൻഭാഗത്തേക്ക് വരുന്നു. റസൂൽ ചോദിച്ചു, എന്താ പറയുന്നത്? പ്രവാചകനുള്ള സ്നേഹം റസൂലേ, ഞാൻ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളെ വലതുഭാഗത്തൂടെ ആരോ വന്ന് ആക്രമിച്ചാലോ, പിന്നിലൂടെ വന്നാലോ, ഇടതുഭാഗത്തൂടെ വന്നാലോ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതിയെ സംരക്ഷിച്ചുള്ള സ്നേഹം. അതെ, റസൂലുള്ളാഹിക്ക് പരിചയമായി നിൽക്കുകയാണ്. യുദ്ധത്തിലൊക്കെ അമ്പ് വരുന്നത് തടുക്കാൻ പരിചയമായി നിൽക്കുക. തന്നേക്കാളേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ, വ അബ്നാഉകും, നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുകും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുകും, നിങ്ങളുടെ ബന്ധുക്കൾ, വ അംവാലിൻ യഖ്തറഫ്തുമുഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ, വ തിജാറത്തുൻ തഖ്ശൗന കസറഹാ, നഷ്ടം ഭയക്കുന്ന, മാന്യം നേടുന്ന ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടം. 8 കാര്യങ്ങളാണ് എണ്ണി പറയുന്നത് ഇവിടെ. ഒന്നുകൂടി പറഞ്ഞാൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ട,
വഅബ്നാഉക്കും നമ്മളെ മക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവർ, വഇഖ്വാനുക്കും നമ്മുടെ സഹോദരങ്ങൾ, വഅസ്വാജുക്കും ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും ഇണകൾ, വഅശീറത്തുക്കും നിങ്ങളുടെ ബന്ധുക്കൾ നമ്മുടെ കുടുംബ ബന്ധമുള്ള ആളുകളാണ്, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ, നഷ്ടം ഭയക്കുന്ന കച്ചവടം, തൃപ്തിപ്പെടുന്ന വീട്. ഈ 8 കാര്യങ്ങൾ എണ്ണിയിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, അഹബ്ബ ഇലൈക്കും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ, മിനല്ലാഹ് അല്ലാഹുവിനേക്കാൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി അല്ലാഹുവിനേക്കാൾ ഇഷ്ടം, വറസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, വജിഹാദിൻ ഫീ സബീലി ആ മാർഗ്ഗത്തിലുള്ള ധർമ്മസമരത്തേക്കാൾ. ഈ മുകളിൽ എണ്ണിയ 8 എണ്ണമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫതറബ്ബസു കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅല്ലാഹു ബിഅംരി അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരേക്കും, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ അല്ലാഹു തആല തോന്നിമാസികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയില്ല. അതെ, ഏറ്റവും പ്രിയപ്പെട്ട 8 കാര്യം എന്നിട്ടാണ് അതിനേക്കാളേറെ അള്ളാഹുവിനെയും റസൂലിനെയും ആ മാർഗത്തിലുള്ള ധർമ്മസമരത്തെയും ഇഷ്ടപ്പെട്ടാലേ നമ്മൾ യഥാർത്ഥ ഈമാനുള്ളവരാകുക. ഉമറുല്ലാഹു ഈ ആയത്ത് ഓതിയ ഒരു പശ്ചാത്തലത്തിൽ ഉമറുല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. തിരുത്തി റസൂൽ പറഞ്ഞു, ഉമർ നീ പൂർണ്ണമായി മുസ്ലിമായി. ഉമറുല്ലാഹു തിരുത്തി, എന്നേക്കാളേറെ ഇഷ്ടം എനിക്ക് അങ്ങയോടാണ്. അതെ, ആ ഒരു ഇഷ്ടം ആ സഹാബത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ വേണ്ടി തീരുമാനിച്ച ആ രംഗത്ത് ആ വീട്ടിൽ കിടന്നുറങ്ങി, അതായത് റസൂലുള്ളാഹിക്ക് പകരം കൊല്ലുന്ന ഉറപ്പായിട്ട് പോലും പകരം അവിടെ പോയി കിടന്നതുകൊണ്ട് ആ സ്നേഹമാണ്. അങ്ങനെ അവർ അലിഞ്ഞു ചേർന്ന സ്നേഹം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാലോ. റസൂലുള്ളാഹി മരിച്ചിട്ട് പിന്നെ ബാങ്ക് കൊടുക്കാൻ സാധിക്കാതെ മക്കയിൽ നിന്ന് പോയത് സ്നേഹമാണ്. തിരിച്ചു ഉമർലാന്റെ കാലത്ത് വന്നപ്പോ ഒന്ന് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ പൂർത്തീകരിക്കാൻ കഴിയില്ല, അശ്വരൻ പറയാൻ കഴിയില്ല. അത്രക്ക് ആത്മാർത്ഥമായ സ്നേഹം. അതെ, അങ്ങനെ സ്നേഹിച്ചവരുടെ കൂടെ, അങ്ങനെ സ്നേഹിച്ചാൽ അവരോട് കൂടെ സ്വർഗത്തിലാണ്. നമുക്കും ആ ഭാഗ്യം ലഭിക്കും. എങ്ങനെയാവണം? എന്താണോ ദീനായി അന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, ആ പൂർത്തീകരിച്ച ദീനിൽ ഒന്നും കൂട്ടാതെ കുറക്കാതെ ചെയ്താൽ അവരാണ് സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹിയോട് കൂടെ ഉണ്ടാകുക. മൻ അഹബ്ബ സുന്നത്തി ഖദ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എന്റെ സുന്നത്ത് ഉൾക്കൊള്ളുന്നു, ആ ചര്യ പിൻപറ്റുന്നു, അവർ എന്നോട് കൂടെ സ്വർഗ്ഗത്തിലായിരിക്കും. അതെ, മുഹമ്മദ് സ്വല്ലല്ലാഹു കൂടെ സ്വർഗത്തിൽ പോകാൻ നമുക്ക് ഭാഗ്യം ലഭിക്കാൻ എല്ലാ ഇസ്ലാമിൽ വന്ന പുതിയതും നമ്മൾ ഒഴിവാക്കുവാൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞ മാലയിലും മൗലൂദിലും ഒക്കെ നടക്കുന്നത്. എന്തിനേറെ ഓരോ റാത്തീബ് മറ്റുള്ള പലതും പറഞ്ഞ് ഓരോ നാട്ടില് ഓരോ മരിച്ചോടത്ത് വരെ എന്തൊക്കെ നടക്കുന്നത്. ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ശരിക്കും എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാണ്ട് ദീനിലേക്ക് പുതിയ കൊണ്ടുവന്ന കാര്യം. ഹാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്നുള്ള ഹാ ആണ് പോലും. ഹൂ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഇല്ലല്ലാഹു എന്നുള്ള ഹൂ ആണ്. അങ്ങനെ ഹാ ഹി ഹൂ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷോർട്ട് ഫോം ആണ്. ആരാ പഠിപ്പിച്ചത്? ഒരു തെളിവില്ല. ഇങ്ങനൊക്കെ ഷോർട്ട് ഇട്ട് പോയി. ഈ ഷോർട്ടൊന്നും റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു തരൂലേ? ഒരാളെ ഏറ്റവും പ്രയാസപ്പെടുന്നത് ഇങ്ങനൊക്കെ ചെല്ലാൻ പ്രയാസപ്പെട്ടപ്പോഴാണ് മരണവേളയിലാണ്. റസൂലുള്ളാഹി പറഞ്ഞ ആരെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അവിടെ റസൂലുള്ളാഹി പറയില്ലേ, എന്നാൽ ഒരു ഷോർട്ട് ഉണ്ട്, ഹാ ഹൂ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു തരൂലേ? ഇസ്ലാമിലില്ല. 756 ഇപ്പോഴും ചില ആൾക്കാരൊക്കെ കാർഡ് നമ്പർ ലക്ഷം കൊടുത്ത് വാങ്ങണ്ടല്ലോ. 756 ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല.
അതൊക്കെ ആളുകൾ ഉണ്ടാക്കിയതാണ്, ഷിയാക്കളാണ് ഉണ്ടാക്കിയത്. ബ എന്നുള്ള അക്ഷരത്തിന് 28, സീൻ എന്നുള്ള അക്ഷരത്തിന് 62, ഇങ്ങനെ കൂട്ടിട്ട് ഓരോ അക്ഷരത്തിന് ഓരോ നമ്പർ ഇട്ടിട്ട് ടോട്ടൽ 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാണ് 786. ഇത് ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല. ഇങ്ങനെ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ വന്നു. അതെല്ലാം വെടിഞ്ഞ് യഥാർത്ഥ ദീൻ എന്താണോ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള മുഴുവനും നരകത്തിലേക്കുള്ളതും പഠിപ്പിച്ചിട്ടാണ് ഞാൻ മരണപ്പെട്ടു പോകുന്നത് റസൂലുള്ള പറഞ്ഞ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവനെ യഥാർത്ഥ വിശ്വാസിയായി മാറും. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ആ മാർഗത്തിലെ ധർമ്മസമത്വമായിരിക്കണം. അങ്ങനെ നമ്മൾ പഠിക്കാനും. ഞാനൊരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ ആ ഉപ്പ കുട്ടിയോട് ചോദിച്ച ചോദ്യം മനസ്സിൽ നിന്ന് പോകാറില്ല. എന്താ ചോദ്യം അറിയില്ല. ആ കുട്ടിയോട് ചോദിക്കാണ്, മോൾക്ക് ഒരു ചെറിയ കുട്ടി 2.5 വയസ്സായ കുട്ടിയോട് ചോദിക്കാണ് ഏറ്റവും ഇഷ്ടം ആരെയാണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഉപ്പാനോട് പറയുന്നു, പക്ഷെ കുട്ടി പറഞ്ഞതറിയാം ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടാണ്. വീണ്ടും ചോദിച്ചു ഉപ്പ, പിന്നെ ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീടാണ് ഉപ്പയും ഉമ്മയൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് ആ കുട്ടിയെ വളർത്തുന്നത്. അങ്ങനെ നമ്മളെ വീട്ടിൽ നമ്മൾ ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും അള്ളാഹുവിനോടാണ് ഏറ്റവും ഇഷ്ടം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരുമ്പോ എന്താവും? ഓരോന്നിനുമായി ഇഷ്ടം നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പൊ നമുക്ക് റസൂലുള്ളാഹിയോട് കൂടെ സ്വർഗ്ഗത്തിലാവും. എങ്ങനെയാണ് ഇഷ്ടം? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് തീർത്ത് കഴിക്കുന്നു, വെള്ളമുള്ളൊക്കെ ഈപ്പി കഴിക്കുന്നു, വലത് കൈ കൊണ്ടല്ലാതെ വെള്ളം കുടിക്കില്ല. തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് ഇടത് കൈ കൊണ്ട്. അത് വലത് കൊണ്ടല്ല, തിന്നൂല, കുടിക്കൂല. അപ്പൊ അത് ശ്രദ്ധിക്കുന്നു, ഓരോന്നും ശ്രദ്ധിക്കുന്നു. വലത്തെ കാലിൽ ചെരുപ്പിടുന്നു, വലത്തെ കൈ ഷട്ടിടുന്നു, വലത് ഭാഗത്ത് മുടി ചെയ്യുന്നു, വലത് കൈ കൊണ്ട് പല്ല് തേക്കുന്നു. ഇങ്ങനെ ഓരോന്നും ആ സുന്നത്ത്. അതെ, ടോയ്ലറ്റിൽ പോകുമ്പോ ഇടത്തെ കാല് വെക്കുന്നു, ഷൗട്ട് ചെയ്യുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് കഴുകുന്നു, അതെ, ചെരുപ്പിടുന്നു. ഇതൊക്കെ ആ സുന്നത്ത്. ബാത്റൂമിലേക്ക് പോകുമ്പോ ഓരോ അങ്ങനെ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത് അതങ്ങട്ട് പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ നമ്മളെല്ലാവരും നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ചെയ്യുമ്പോൾ എന്തൊരു ആനന്ദമായി. അതിൽ പെട്ടതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, നേരത്തെ ഉറങ്ങണം. ഇശാവും അശാവും ഒത്താൽ ആദ്യം അശായിന് മുൻഗണന. അശാ എന്ന് പറഞ്ഞാൽ ഷാപ്പാട്, ഭക്ഷണം. അശാ കഴിച്ചിട്ടാണ് ഇശാ നിസ്കരിക്കേണ്ടത്. ഇശാ ജമാഅത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ച് ഇശാ ജമാഅത്തിന് വേഗം ഉറങ്ങും, എന്നിട്ട് നേരത്തെ ഉണരുക. ഇതാണ് എന്റെ വിശ്വാസത്തിന്റെ സുന്നത്ത്. അതെ, ഇന്ന് പലരും രാത്രി ഹയാത്താക്കുന്ന അവസ്ഥ അല്ലേ? രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുക, പലയിടത്തും നടക്കുക, ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരത്തെ തന്നെ ചായ കുടിയൊക്കെ ആരംഭിച്ച് അങ്ങനെ നടക്കാൻ ഒരു കാര്യമില്ല. നോക്കിയാണ് ഇവിടൊക്കെ സുന്നത്ത് പാലിക്കാൻ, ശ്രദ്ധിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും സാധിക്കേണ്ടത്. അങ്ങനെ പ്രവാചകന്റെ ചര്യ യഥാവിധി ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസികളായി മാറുന്നത്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ശരിക്കും പാലിച്ച് ഇസ്ലാമിലില്ലാത്ത എല്ലാം വെടിഞ്ഞ് യഥാർത്ഥ ദീനിൽ കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. പോരാ, ആ മാർഗത്തിലുള്ള ധർമ്മസമരം കൂടി നിർവഹിക്കണം. അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം കൂടി നിർവഹിക്കുവാൻ വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ ഇന്ന് റോൾ മോഡലായി സ്വീകരിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ, ഓരോ കുട്ടികളെ ഇടുന്ന ടീഷർട്ട് മുതൽ അവരുടെ മുടി മുതൽ അവരുടെ വേഷവിധാനം മുതൽ ഓരോന്നും എടുത്താൽ
നമുക്കൊക്കെ പറയാൻ പറ്റും ആരെയാണ് റോൾ മോഡലാക്കുന്നത്. ഒരു വിശ്വാസിക്ക് അങ്ങനെ ആവാൻ പാടുള്ളൂ. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആരെ റോൾ മോഡലാക്കുന്നത്? നിങ്ങൾ ഓർത്തു, നമ്മൾ ഓരോ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആൺകുട്ടികളെ പാന്റാണ്, ആൺകുട്ടിയുടെ ഡ്രസ്സാണ് നെരിയാണിക്ക് താഴോട്ട് പോകാൻ പാടില്ല. എന്നാൽ ആൺകുട്ടികളുടെ താഴോട്ട് ഇറങ്ങിയിട്ടും പെൺകുട്ടികളുടെ കാല് വരെ ഔറത്താണ്. പെണ്ണുങ്ങളെ കാല് ഔറത്താണല്ലോ, അത് താഴോട്ട് ഇറങ്ങി നിൽക്കണമെന്നാണ്. അവരുടെ ഡ്രസ്സ്, അവരുടെ കാല് കാണാൻ പാടില്ല, കാല് അന്യവിഷയമാക്കാൻ ഔറത്ത്. എന്നാൽ പെൺകുട്ടികളെ പാന്റൊക്കെ മുകളിലോട്ട് കയറി. ഇന്നത്തെ അവസ്ഥ ആലോചിച്ചാൽ പെൺകുട്ടികളെ സ്കൂളിൽ പോണ കുട്ടികളെ പാന്റൊക്കെ മോൾക്കെട്ട് കീറുക, കാലിന്റെ കുറെ മോൾക്ക് കീറുക, ആൺകുട്ടികൾക്ക് താഴോട്ട് നേരെ തിരിച്ചല്ല വരുന്നത്. ഇതൊക്കെ ഓരോരുത്തർ റോൾ മോഡലായി സ്വീകരിക്കുമ്പോൾ ഈ പറയുന്ന നടീനടന്മാരെയും സ്പോർട്സും മറ്റു താരങ്ങളും ഒക്കെ അവരെ റോൾ മോഡൽ ആക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധമാണ്. യഥാർത്ഥത്തിൽ നമ്മളെ വീട്ടിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മളത് നോക്കണ്ടേ, അത് പറഞ്ഞു കൊടുക്കണ്ടേ, ആ ബാധ്യത നമ്മൾക്കില്ലേ, അത് നിർവഹിക്കണ്ടേ, ഗൗരവമാണ്. നോക്കൂ, നിങ്ങൾ ഓരോന്നും ഇപ്പോ നേഴ്സുമാർ വെള്ള വസ്ത്രം ധരിച്ചിരണം എന്നുള്ളത്, അവർ ആ കോട്ടും വെള്ള വസ്ത്രം ധരിക്കുന്നത് ഒരു റൂളാണല്ലോ ഹോസ്പിറ്റലിൽ. ഓരോ ഷോപ്പിംഗ് മാളിലും അവർക്കൊരു യൂണിഫോം ഉണ്ട്. അഡ്വക്കറ്റുമാർ ആ കോർട്ട് കയറുമ്പോൾ ആ കറുത്ത കോട്ട്, പോലീസുകാർക്ക് ഒരു ഡ്രസ്സ്, അവരുടെ യൂണിഫോം, ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ ഉണ്ട്. നമ്മളെ കുട്ടികൾക്കൊക്കെ യൂണിഫോം ഉണ്ട്. നഴ്സറി പോണ കുട്ടിക്ക് വരെ യൂണിഫോമും ടൈയും ഒക്കെ കെട്ടിക്കൊടുത്തിട്ടാണ് നമ്മൾ വിടാറുള്ളത്. എന്നാൽ മേലായ റബ്ബ് നമ്മോട് പറയുന്നു, ഒരാണ് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, ഒരു പെണ്ണ് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സൂറത്ത് അന്നൂർ 30-31 ആയത്തിൽ കൃത്യമായി പഠിക്കുന്നു. സത്യവിശ്വാസിയോട് പറയണം, ദൃഷ്ടികൾ താഴ്ത്തണം, അതാണ് അവർക്ക് പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. ഇത് ആണുങ്ങളോട്, അടുത്തായത് പെണ്ണുങ്ങളോട്, വഖുലിൽ മുഅ്മിനാത്തി സത്യവിശ്വാസികളോടും പറയണം അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും റിയാവിനെ കാസൂക്ഷിക്കാനും അവരെ മുഖമക്കയിൽ നിന്ന് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും മുഖമക്കൽ തന്നെ മുഖമക്കനെ കൊണ്ട് മാറുമറക്കാനും മക്കനെ കൊണ്ട് മാറുമറച്ച് അങ്ങനെ അവര് മറച്ചു വെക്കുന്ന അലങ്കാരം കാണിക്കാൻ, അതെ അത് കാണിക്കാൻ വേണ്ടി കാലിട്ടടിക്കരുത്. എന്നിട്ട് ലിസ്റ്റ് പറഞ്ഞു, അവരെ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് അവരെന്ത് ചെയ്യരുത്, അവര് ഭംഗി കാണിക്കാൻ വേണ്ടി അവര് പാദസരം പോലത്തെ വിലിക്ക് നടക്കരുത്, കാലിട്ടടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അള്ളാഹു നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം നമ്മുടെ വീട്ടിലുള്ള ഓരോ കുട്ടിയും പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. ദഅവത്ത് നമ്മളെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ഒരു മാതൃകാപരമായി നമ്മളെ വീട് മാറണം. അതെ, എല്ലാ സുന്നത്തുകളും പാലിച്ച് നമുക്ക് റസൂലുള്ളാഹിയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന വിധം നമ്മളെ വീട്ടിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ഖുത്ബ കേൾക്കുന്ന ഓരോ ആഴ്ചയും ഖുത്ബ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതാണ് ഒരു മുസൽമാൻ ജീവിക്കുന്ന സാക്ഷിയാക്കണം. ഹുദൈബിയ സന്ധിയുടെ സമയം, അവിടെ അതാ മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അവരെന്ത് ചെയ്യും, അവരെ തിരിച്ചു തരില്ല, അവിടെ പിടിച്ചു വെക്കും. മുസ്ലിങ്ങളുടെ പക്ഷത്ത് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അവരെ വിട്ട് തന്നിരിക്കണം. ഈ കരാറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചപ്പോ ആ മുസ്ലിങ്ങളായ ആൾക്കാരൊക്കെ പിടിച്ചവരൊക്കെ വിട്ടു. മുസ്ലിങ്ങൾ അവിടെ പിടിച്ചു വെച്ചു. ആ പിടിച്ചു വെച്ച ഓരോ മുസൽമാനും എന്താ ചെയ്തത്, അവിടെയുള്ള മുഴുവൻ ആൾക്കും ദീൻ പറഞ്ഞു കൊടുത്തു. ദീൻ പറഞ്ഞിട്ട് അവരൊക്കെ വിശ്വാസികളായി മാറിയപ്പോ ആ പിടിച്ചു വെച്ച ആൾക്കാരെ ദഅവത്ത് കൊണ്ട്, അതെ ഒരു മുസൽമാൻ നമ്മളൊക്കെ അങ്ങനെ ആവണം. ഓരോ മുസ്ലിമും അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതൊരു വൻ വിജയമായി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇന്നാ ഫത്ഹനാ ലക ഫത്ഹൻ മുബീന, ആ വലിയ വിജയമായത് ആ ഒരു ഹുദൈബിയ സന്ധിയാണ്. അതെ, ഏതൊരാളെ ചരിത്രം അബൂജഹൽ റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധിയുടെ സമയത്ത് അതാ ചാട്ടവാറുകൊണ്ട് അടികെട്ടി ചങ്ങല പൊട്ടിച്ച് ആ ചങ്ങലയുമായി ഇങ്ങനെ വരുന്ന രംഗം പറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂജഹൽ കരാർ പറഞ്ഞു പോയി, അതുകൊണ്ട് തിരിച്ചു പോകണം.
പോയിട്ട് ഒരു ടെന്റ് കെട്ടി അവിടെ വരുന്നവർക്കൊക്കെ ദീൻ, അതിലെ പോകുന്നവർക്കൊക്കെ ഈ ദഅവത്ത് എത്തിച്ചു. മാലിക് ദിനാർ മര്യാദകളും കേരളത്തിൽ വന്നിട്ട് അവർ കിട്ടുന്നവരോടൊക്കെ കച്ചവടത്തിന്റെയും മറ്റിന്റെയും ഒക്കെ ഇടയ്ക്ക് ഇതാ ഈ ദീൻ എത്തിച്ചു. നമ്മളോ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ഇത് കേൾക്കുന്ന നമ്മളെ അവസ്ഥ എന്താണ്? ഗൗരവമായി ആലോചിക്കണം. അതെ, ഈ ദീനെത്തിക്കണം. ശിർക്കിനെതിരെ ഏകനായ റബ്ബിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ലെന്നുള്ള മഹിതമായ സന്ദേശം എത്താത്തൊരു മനുഷ്യനുണ്ടാകരുത്. കുത്തുബയൊക്കെ നമ്മുടെ ബാധ്യതയാണത്. റബ്ബിനോട് പ്രാർത്ഥിക്കാവൂ. മറ്റുള്ള ഒരുപാട് ആളോട് പ്രാർത്ഥിക്കുന്നവരോട് ഇതാ പടച്ച റബ്ബല്ലാതെ പ്രാർത്ഥന അർഹമില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരാളെയും നിർബന്ധിക്കേണ്ട. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നീ ഉത്ബോധിപ്പിക്കണം, ഇതെത്തിച്ചു കൊടുക്കണം. നീ എത്തിച്ചു കൊടുക്കാൻ മാത്രമാകുന്നു. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നീ അവരെ പേരിൽ അധികാരം ചെലുത്തണ്ട. ചെല്ലി കലിമ എന്ന് പറഞ്ഞ ഒരാളെയും ചെല്ലിക്കണ്ട. ഇത് എത്തിച്ചു കൊടുത്താൽ മതി. ഇല്ലാമല്ല. അങ്ങനെ എത്തിച്ചിട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ഇന്ന ഇലൈനാ ഇയാബഹും, അവർ എന്റെ അടുത്തേക്ക് വരും. സുമ്മ ഇന്ന ഇലൈനാ ഹിസാബഹും, ഞാൻ അവരോട് കണക്ക് ചോദിച്ചോളാം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ജുമാക്ക് ഓരോ വെള്ളിയാഴ്ചയിലും ഖുത്ബ കേൾക്കുന്ന ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ നമ്മുടെ ഭാരിച്ച ഉത്തരവാദിത്തമായി കണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ എല്ലാവർക്കും സാധ്യമാകണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിർക്കും ബിദ്അത്തുകളും ധാരാളമായി വർദ്ധിക്കുമ്പോൾ അവരോടെല്ലാം യഥാർത്ഥ ദീൻ പറഞ്ഞു കൊടുത്ത് ആ സന്ദേശത്തിന്റെ പ്രബോധകരാകാൻ ജുമാ ഖുത്ബ കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും ഈ ദീന്റെ സന്ദേശം എത്തിച്ച്, അതേ ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തുസൂക്ഷിച്ച് പ്രവാചക സുന്നത്ത് ഓരോന്നും അടിക്കടി അതേപോലെ ചിട്ടയോടുകൂടി ചെയ്ത് അങ്ങനെ ഈമാനോടുകൂടി മരണപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ സാലിഹീങ്ങളുടെ സ്വർഗ്ഗത്തിലുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരന്റെ നമ്മുടെ ജുമാക്ക് പള്ളിയിൽ വരുന്ന സഹോദരന്റെ പിതാവും മാതാവും ഇന്നലെ ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഉമ്മാക്ക് രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്. ഉമ്മാക്ക് ഇന്നൊരു സർജറി ഉണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആ മഹദിക്ക് പൂർണ്ണമായും ശിഫ നൽകുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ഒരുപാട് ആളുകൾ രോഗികളായി, പകർച്ചവ്യാധികളായി, പനികളായി ഒക്കെ ആശുപത്രിയിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെ അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അവരെ പരിചരിച്ച് ജുമാക്ക് പോലും പള്ളിയിൽ വരാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരങ്ങൾ, ഇവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ഇവിടെ പറയുമ്പോൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കും കുടുംബത്തിനും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന്റെ സന്ദേശം യഥാവിധി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി അത് മറ്റൊരു പകർന്ന് അങ്ങനെ നല്ല രീതിയിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.